ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണൂർ കക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ജനങ്ങൾക്ക് തന്നെ വീതി വളർത്തുന്ന തരത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് നായ്ക്കളുടെ ശല്യമൊക്കെ കൂടിയ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് അംഗനവാടിയുടെ കുറച്ചടുത്തായിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരാളുടെ തൊടിയാണ്. ഇത് നിറച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് വളരെ ശല്യമായി തീർന്നിട്ടുണ്ട്. അവർ കുറേ പരാതിപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് അവർ പിടിച്ച് താക്കീത് നൽകിയതൊക്കെ തന്നെയാണ്. എന്നിട്ടും ഇവിടെ പ്ലാസ്റ്റിക്കുകളും ഇങ്ങനെ വേസ്റ്റുകളൊക്കെ കൊടന്നിടുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നടപടി എടുക്കാൻ നിങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഒരുപാട് നായ്ക്കളുടെ ശല്യം കൂടുതലാണ്. നിങ്ങൾക്കറിയാം, ഇത് മനുഷ്യൻ്റെ ശരീരത്തിനും ഒക്കെ ഒരുപാട് അപകടങ്ങൾ വരുത്തും, അസുഖങ്ങൾക്കൊക്കെ കാരണമാവും. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂട്ടിയിട്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ വെച്ച് കത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത്. ഇത് മറ്റുള്ളവരുടെ സ്ഥലത്ത് കൊണ്ടുവന്നിടുമ്പോൾ സ്വന്തം വീടിൻ്റെ സംരക്ഷണം മാത്രമേ നോക്കുന്നുള്ളൂ. അത് മറ്റുള്ളവർക്ക് എങ്ങനെ ദോഷമാവുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ നമ്മുടെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവനെയും സ്നേഹിക്കാൻ പഠിക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നടന്നു പോകുമ്പോൾ ചില സ്ഥലങ്ങളാണ് കേട്ടോ. അത് വെയിലായതുകൊണ്ട് അങ്ങനെ പെടുന്നില്ല. പോകുന്ന വഴിക്കൊരു കണിക്കൊന്ന പൂത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന പുഷ്പമാണ് കണിക്കൊന്ന. അപ്പോൾ വിഷുവൊക്കെ ആവാറാകൊണ്ട് തോന്നുന്നത്. പക്ഷേ വിഷു ആകുമ്പോഴേക്കും കണിക്കൊന്ന പൂവൊക്കെ കഴിയുമെന്നറിയില്ല. കാരണം നല്ല ഭംഗിയുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചത്. അത്രയും പൂവ് നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷുവിന് കണി വയ്ക്കാനൊക്കെ ഒന്ന കിട്ടുമെന്നറിയില്ല. ഇപ്പോൾ തന്നെ പൂവൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. പ്ലൈവുഡ് കമ്പനിയാണ് ഇത്. ഞാൻ പോകുന്ന വഴിക്കുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ല, ഇത് അപ്പോൾ പൈപ്പ് കൂട്ടിയിട്ട് കുറേ വെള്ളം പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പണി നടക്കൊണ്ടാണോ എന്നറിയില്ല, ശരിയാക്കുമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെ ഞാൻ പോകുന്ന വഴിക്കുള്ള കനാലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൊരിഞ്ഞ വെയിലാണ്. ഇതിന് നടന്നു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വെയിലാണുള്ളത്. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെ വളരെ നല്ല അന്തരീക്ഷമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമായിരിക്കും. കണ്ടില്ല, അങ്ങനെ ആളുകളൊന്നും ഇല്ല. വളരെ നല്ല അന്തരീക്ഷമാണ്. ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ദിവസം ഈ വഴി കൂടെ തന്നെയാണ് വരാറ്. ഇടയ്ക്കൊക്കെ നായ്ക്കളുടെ ശല്യമൊക്കെ ഈ ഭാഗത്തുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുറച്ചൊക്കെ വൃത്തിയായിട്ട്. ഇതിന് മുന്നേ ഈ ഭാഗത്തൊക്കെ ആളുകൾ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് നായ്ക്കൾ അതുകൊണ്ട് വളരെ അധികമായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇനിയും കനാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിനൊക്കെ അങ്ങനെയാണ്, കുറച്ച് ദൂരമുണ്ട്. ഇതിന് കുറേ ഇതിനെ നടക്കാൻ നല്ല സുഖമാണ്. കാരണം അങ്ങനെ വാഹനങ്ങളൊന്നും ഇതിനെ പോയില്ലല്ലോ. അപ്പം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോയാൽ മതി. വെയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊക്കെ പൈപ്പാണ്. പിന്നെ പണി നടക്കൊണ്ടാണ് ഇവിടെയൊക്കെ നിറച്ചും പൊടി. കാണുന്നില്ല, ഇതിനൊക്കെ നിറച്ചും മരങ്ങളുണ്ട്. നല്ല രസമായിട്ടുണ്ട്. കിളികളൊക്കെ ഉണ്ട്. കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരുപാട് കിളികളെ കാണാറുണ്ട് ഇവിടെ.
കൊണ്ട് ഒരു JCB ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്കറിയാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈ JCB. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു JCBയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അതാണ് എൻ്റെ വീട്, എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിവിടെ എത്തി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.